Yes, good evening. Good evening, sir. Okay, good evening. ആരംഭിക്കാം. 9 വരെ ആയിട്ടുള്ളൂ. ഞാനെങ്കിലും വരുമോ? ജസ്ന? Let us start. Yes. ആരും ഗ്രീൻ സിഗ്നൽ കാണിക്കാതെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ യെസ് ആരംഭിച്ചാലോ ജസ്റ്റ്? യെസ് സർ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ആരെങ്കിലും ഒരാളോട് ധൈര്യസമേതം പറഞ്ഞാലല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് പുതിയ ഒരു ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. യൂണിറ്റ് നമ്പർ 7 ആണ്. യൂണിറ്റ് നമ്പർ 7. നൗൺ ഫ്രേസസ് ആൻഡ് നൗൺ ക്ലോസസ്. അതാണ് ചാപ്റ്ററിന്റെ പേര്, യൂണിറ്റിന്റെ പേര്. യൂണിറ്റ് നമ്പർ 7, നൗൺ ഫ്രേസസ് ആൻഡ് നൗൺ ക്ലോസസ്. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്തുള്ള നൗൺ ഫ്രേസസ് എന്താണ്, ക്ലോസുകൾ എന്താണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ. യെസ്. അപ്പൊ നൗൺ എന്താണെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ പേരിനെ കുറിക്കുന്ന പദത്തിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്, അഥവാ നാമം എന്ന് പറയുന്നത്. നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ തിങ് ഓർ നെയിം ഓഫ് എ പേഴ്സൺ. വ്യക്തിയാവാം, സ്ഥലമാവാം, സംഗതിയാവാം, പേരിനെ കുറിച്ച് പറയുന്നതിനാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. രാമ വർക്ക്സ് ഇൻ BSNL. രാമ വർക്ക്സ് ഇൻ BSNL എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരണ്യ, അതിനകത്ത് നൗൺ ഏതാണ്? രാമ. രാമ മാത്രമുള്ള നൗൺ BSNL. BSNL നൗൺ തന്നെയാണ്. എവിടെ ജോലി ചെയ്യുന്നു? BSNL എന്ന് പറഞ്ഞാലും ഒരു കമ്പനിയുടെ പേരല്ലേ. പേരിനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ അത് നമുക്ക് എന്ത് പറയാം? നൗൺ എന്ന് പറയാം. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ പറയുന്നത്. ഷീ ഈസ് എ ഗുഡ് ഡാൻസർ. ഷീ ഈസ് എ ഗുഡ് ഡാൻസർ. ആൽഫ, അതിൻ്റെ അകത്ത് നൗൺ ഏതൊക്കെയാണ്? ആൽഫ, മുബീന. ഡാൻസർ. അപ്പോ ഷീ എന്നുള്ളതിനകത്ത് നൗൺ ആണ്. ഓക്കെ, മുബീന, യുവർ ആൻസർ ഈസ് റൈറ്റ്. വെരി ഗുഡ്. മുബീൻ എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. ഷീ ഈസ് എ ഗുഡ് ഡാൻസർ എന്ന് പറയുമ്പോൾ ഷീ എന്നുള്ളത് നൗൺ ആണ്, ഡാൻസർ എന്നുള്ളത് നൗൺ തന്നെയാണ്. അത് എന്താണ്? ഡാൻസർ ആണ്. ഓക്കെ. അപ്പൊ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് പറയാം? നൗൺ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ ഒരു വസ്തുവിന്റെയും സ്ഥലത്തിന്റെയും പേരിനെ കുറിക്കുന്നതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയാം. യെസ്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാമ വർക്ക്സ് ഇൻ എലക്ട്രിസിറ്റി. BSNL, സോറി, രാമ വർക്ക്സ് ഇൻ BSNL. അപ്പൊ അതിനകത്ത് 3 വേർഡ് ഉണ്ട്, 3 എണ്ണം. ഒന്ന് രാമ, അടുത്ത വർക്ക്സ്, അടുത്ത എലക്ട്രിസിറ്റി. നോക്കിയേ, രാമ എന്ന് പറയുമ്പോൾ അത് നൗൺ ആണ്. വർക്ക്സ് എന്ന് പറയുമ്പോൾ വെർബാണ്. പിന്നെ BSNL എന്ന് പറയുമ്പോഴും എന്താണ്? നൗൺ തന്നെയാണ്. അപ്പൊ 2 നൗണും ഉണ്ട്, ഒരു വെർബും ഉണ്ട്.
വെർബുണ്ട്, വർക്ക്സ് വെർബുണ്ട്. ഇനി അടുത്തത് പറഞ്ഞു ഷീ ഈസ് എ ഗുഡ് ഡാൻസർ. ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഷീ ഈസ് എ ഗുഡ് ഡാൻസർ. അപ്പൊ 5 വേർഡ് ഉണ്ട് അതിനകത്ത്, 5 വേർഡ്സ് ഉണ്ട്. ഓക്കെ, ഷീ ഈസ് എ ഗുഡ് ഡാൻസർ. അപ്പൊ ഷീ എന്ന് പറയുമ്പോൾ അത് നൗണാണ്, ഈസ് ആകുന്നു അത് വെർബാണ്, എ ഒരു ആർട്ടിക്കിൾ ആണ്, ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചാൽ ദി ആണെങ്കിൽ ഡെഫിനറ്റ് ആർട്ടിക്കിളും എ അല്ലെങ്കിൽ ആൻ ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ എ എന്ന് പറയുമ്പോൾ അതെന്താണ്, അതൊരു ആർട്ടിക്കിൾ ആണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഗുഡ് അത് ഒരു അഡ്ജക്റ്റീവ് ആണ്. എങ്ങനെയുള്ള ഡാൻസറാണ്, നല്ല ഡാൻസറാണ്. അപ്പൊ ഗുഡ് ഡാൻസറെ വിശേഷിപ്പിക്കുകയാണ്, അപ്പൊ അത് അഡ്ജക്റ്റീവ് ആണ്. പിന്നെ ഡാൻസർ അത് നൗണാണ്. ഇപ്പൊ 2 നൗൺ ഉണ്ട്, ഒരു വെർബ് ഉണ്ട്, ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്, ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അങ്ങനെ 5 വാക്കുകളുണ്ട്. ഓക്കെ, ഇത് രണ്ടിലും കൂടി നമ്മൾ കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാല് ഒരു സംഗതി ഉണ്ട്. ഭാവന പറയാമോ എന്താണ് ആ ഒരു സംഗതി എന്ന്? ഒരു വേർഡ് കോമൺ ആണ്, അത് ഏത് വേർഡാണെന്ന് പറയാമോ ഭാവന? ശരണ്യ? സാർ ഒന്നുകൂടെ പറയുന്നത് മനസ്സിലായില്ല. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ വാചകമില്ലേ, അതായത് രാമ വർക്ക്സ് ഇൻ BSNL എന്ന് പറഞ്ഞ ആ വാചകത്തിലും രണ്ടാമത് പറഞ്ഞ ഷീ ഈസ് എ ഗുഡ് ഡാൻസർ എന്ന് പറയുന്നതിലും കോമൺ ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെന്നാണ് ചോദിച്ചത്. രണ്ടിലും എന്തുണ്ട്, നൗൺ ഉണ്ട് ഇല്ലേ? രണ്ടിലും നൗൺ കാണുന്നുണ്ട്. ആദ്യത്തേല് നൗൺ ഉണ്ട്, രണ്ടാമത്തേല് നൗൺ ഉണ്ട്. അങ്ങനെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്ത് കാണുന്നുണ്ട് കോമൺ ആയിട്ട്? വീണ്ടും നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുമ്പോൾ രണ്ടിലും വെർബ് ഉണ്ട്. ആദ്യത്തേല് വർക്ക്സ് ഒരു വെർബാണ്, രണ്ടാമത്തേല് ഈസ് ഒരു വെർബാണ്. രണ്ടിലും എന്തുണ്ട്, വെർബ് ഉണ്ട്. അപ്പോ ഓരോ സെന്റൻസുകളിലും ചിലപ്പോൾ 3 വേർഡായിരിക്കാം, ചിലപ്പോൾ 5 വേർഡായിരിക്കാം, ഒരു സബ്ജക്റ്റിനെയും ഒരു വെർബിനെയും നമ്മൾ കാണുന്നുണ്ട്. അത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. യെസ്, അത് പിടികിട്ടിയല്ലോ. ഒരു സബ്ജക്റ്റ് കാണുന്നുണ്ട്, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് നൗൺ കാണുന്നുണ്ടാവാം, വെർബ് ഉണ്ടാവാം. യെസ്, ഇങ്ങനെ അത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കും. ഇങ്ങനെ ഒരു നൗൺ പറയുകയും ആ നൗൺ പറയാൻ വേണ്ടിയിട്ട് 2 or 3 വേർഡുകൾ ഉപയോഗിക്കുകയും നേരത്തെ പറഞ്ഞില്ലേ, ഷീ ഈസ് എ ഗുഡ് ഡാൻസർ, 5 വേർഡ് ഉപയോഗിച്ചില്ല. അതുപോലെ 2 or 3 വേർഡ് ഉപയോഗിച്ച് ഒരു നൗൺ പറയുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് 2 or 3 വേർഡ് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് വെർബ് വരും. വെർബും നൗണും ഇല്ലാത്ത ഒരു പാറ്റേണിൽ ഒരു നൗൺ പറയാൻ വേണ്ടിയിട്ട് ഒന്നിലധികം വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്രേസ് എന്ന് പറയുന്നത്. നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് അതാണ്. യെസ്, അപ്പൊ ഫ്രേസ് എന്താണെന്ന് മനസ്സിലായി. ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് സബ്ജക്ട് ഓർ വെർബ് കോമ്പിനേഷൻ, അല്ലെങ്കിൽ നൗൺ വെർബ് കോമ്പിനേഷൻ. നൗൺ എന്നോ വെർബ് എന്നോ ഉള്ളൊരു കോമ്പിനേഷൻ ഇല്ലാതെ വരുന്ന വാക്കുകളെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. ഇനി അത് തന്നെ നമുക്ക് പലതായിട്ട് വിഭജിച്ചിട്ടുണ്ട്. നൗൺ ഫ്രേസ്, അഡ്ജക്റ്റീവ് ഫ്രേസ്, വെർബ് ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്, ആഡ്വർബ് ഫ്രേസ്, അങ്ങനെ പലതായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ നൗൺ എന്നുള്ളത് മാത്രം ഒന്ന് നോക്കാം. യെസ്, അപ്പോ ഞാൻ ഒന്നും കൂടി പറയാണ്. ഏത് സെന്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഒരു നൗൺ ഉണ്ടാവും. അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്നതും സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെയിം ആട്ടോ. ഒരു നൗൺ ഉണ്ടാവും, പിന്നെ ഒരു വെർബ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഇല്ലാതെ, നൗണും വെർബും ഇല്ലാതെ ഒരു സബ്ജക്റ്റ് പറയുന്നതിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്.
അപ്പൊ എന്താണ് നൗൺ ഫ്രേസ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇനി നോക്കാൻ പോകുന്നത്. ഞാനൊരു വാചകം പറയാം, നിങ്ങൾ ആ വാചകം ഒന്ന് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം പറയാം. പറയട്ടെ? Dog is barking. Dog is barking. Okay, അത്ര അവിടെ നിന്ന് കേട്ടേട്ടാ. Dog is barking. Dog നായ. Is verb. Barking കുരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് നൗൺ എന്ന് പറയാനായിട്ട് ഏത് വേർഡാണ്? ആൽഫിബോയ. ഇതിനകത്ത് നൗൺ എന്ന് പറയുന്നത് നിസിയ ഏതാണ് നൗൺ? ഡോഗ് ആണ് നൗൺ അല്ലെ? ഡോഗ് എന്ന് പറയുമ്പോൾ ഒരു വാചകമേ ഉള്ളൂ അല്ലെ? ഒറ്റൊരു വേർഡ് ഡോഗ്. ആ ഡോഗ് എന്ന വാക്കിന് മുന്നിൽ ഞാൻ വേറൊരു വാക്ക് കൂടി ചേർക്കുകയാണ്, ബ്ലാക്ക്. നിങ്ങൾ ബ്ലാക്ക് ഡോഗ്. എന്നിട്ട് ഞാനിനി ആരോടാണ് നേരത്തെ ചോദിച്ചേ? ആൻസിയോടല്ലേ? നിസിയോട് ചോദിച്ചത്. ഇപ്പോഴത്തെ സബ്ജക്ട് ഏതാണ്? ബ്ലാക്ക് അല്ല, ബ്ലാക്ക് ഡോഗ്. എന്താണ് സബ്ജക്ട്? കറുത്ത പട്ടി. ബ്ലാക്ക് വേറെ പട്ടി വേറെ അല്ല, ആ പട്ടിയുടെ കളർ അല്ല അത്. അപ്പൊ ബ്ലാക്ക് ഡോഗ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സബ്ജക്ട്. നോക്കിയേ, സബ്ജക്ട് അത് തന്നെയാണ്, പക്ഷെ അത് പറയാൻ വേണ്ടിയിട്ട് രണ്ട് വാക്കുകൾ ഉപയോഗിച്ചു. ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു വേർഡ് ഉപയോഗിച്ചു, പിന്നെ എന്ത് ഉപയോഗിച്ചു? ഡോഗ് ഉപയോഗിച്ചു. ഇതിനെയാണ് ഫ്രേസ്, നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് ഒരു നൗൺ, രണ്ടോ രണ്ടിൽ കൂടുതലോ വരാട്ടോ, ഉപയോഗിച്ച് ഒരു നൗണിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ്. ഇനി ഈ ബ്ലാക്ക് എന്നുള്ളതിന് തൊട്ട് മുന്നിൽ ഞാൻ വേറൊരു വേർഡ് കൂടി നിങ്ങളോട് ചേർക്കാൻ പറയണം, ലാർജ്. ചേർത്ത് ലാർജ്, LARG. അപ്പൊ ഇതായി ലാർജ് ബ്ലാക്ക് ഡോഗ് ഈസ് ബാർക്കിംഗ്. ഇനി ഞാൻ നിസിയോട് ചോദിക്കുന്നത്, ഇപ്പൊ സബ്ജക്ട് ഏതാണ്? ലാർജ് ബ്ലാക്ക് ഡോഗ്. അല്ല, ലാർജ്. അപ്പോഴും അതെന്തായി? നൗൺ ഫ്രേസ് ആയി. അപ്പൊ നോക്കിയേ, ലാർജ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്, ബ്ലാക്ക് എന്നും പറഞ്ഞൊരു വേർഡ് ഉണ്ട്, ഡോഗ് എന്നും പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ഈ മൂന്ന് വേർഡിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു വെർബ് ഉണ്ടാവും? ഇല്ല, വെർബില്ല. മൂന്നും പേരുകളാണ് കേട്ടോ. അങ്ങനെ വെർബ് നമ്മൾ അതിനു മുമ്പ് 5 വേർഡും 3 വേർഡും ഉള്ള സെന്റൻസ് പറഞ്ഞപ്പോ അതിനകത്ത് സബ്ജക്ട് വെർബ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് നമുക്ക് ലാർജ് ബ്ലാക്ക് ഡോഗ് വരെയുള്ളത് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാല് അത്രത്തിനുള്ളിൽ ഒരു വെർബും ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വെർബ് നൗൺ പാറ്റേണിൽ അല്ലാതെ വരുന്നതിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. ആ ഫ്രേസിൽ തന്നെ ഒരാളുടെ പേരോ ഒരു സംഗതിയുടെ പേരോ ഒരു വസ്തുവിന്റെ പേരോ അത് ഉപയോഗിക്കാൻ വേണ്ടി അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നിലധികം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് നൗൺ ഫ്രേസ്. അതിനെ പറയുന്നതാണ് നൗൺ ഫ്രേസ്. അപ്പൊ എന്താണ് നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നൗൺ എന്ന് പറഞ്ഞാല് നാമം. ആ നാമത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നിലധികം വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു ലാർജ് ബ്ലാക്ക് ഡോഗ്. അപ്പൊ അവിടെ നമുക്ക് 3 വേർഡുകൾ ഉപയോഗിച്ചു നൗൺ, ഒറ്റ നൗൺ പറയാൻ വേണ്ടിയിട്ട്. വലിയ കറുത്ത പട്ടി, ഒറ്റ ഐറ്റം ഉള്ളൂ. യെസ്, അതിന്റെയും മുന്നിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു വേർഡ് ഉപയോഗിക്കാം, ദി. ആർട്ടിക്കിൾ കൊടുക്കുക, ദി ലാർജ് ബ്ലാക്ക് ഡോഗ്. ആ വലിയ കറുത്ത പട്ടി. എല്ലാ പട്ടികളും അല്ല, വേറെയും കറുത്ത പട്ടികളുണ്ട്. ആ വലിയ കറുത്ത പട്ടി ഈസ് ബാർക്കിംഗ്. അതാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റു നായ്ക്കുട്ടികൾ കുറയ്ക്കുന്നില്ല. യെസ്. അപ്പൊ എന്താണ് നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ ഒരു നൗൺ ഉപയോഗിക്കുന്നു, ആ നൗൺ പറയാൻ വേണ്ടിയിട്ട് ഒന്നിലധികം വാക്കുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് അതിനകത്ത് പറയാം
അതാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിപ്പോ ഞാനിത് പറഞ്ഞ ഒരു എക്സാമ്പിൾ. ഇനി അടുത്തൊരു വാചകം നിങ്ങൾ എഴുതി. സക്സസ്. സക്സസ്, SUCCEXS. സക്സസ് എന്ന് പറഞ്ഞാൽ വിജയം അല്ലെ? വിജയം അത് നൗണാണ്. വിജയിക്കുക എന്നല്ലേ? വിജയം, വിജയം. ഓക്കെ, ആ വേർഡിന്റെ മുന്നില് നമ്മൾ വേറൊരു വാക്ക് ചേർക്കുകയാണ്. ഹെയർ സക്സസ്. HER, ഹെയർ കൂടി ചേർത്ത്. ഹെയർ സക്സസ് എന്ന് പറയുമ്പോ അതെന്തായി ഭാവന? അവളുടെ വിജയം. അവളുടെ വിജയം, അതാണ് സബ്ജക്റ്റ്. കണ്ട, അവളുടെ വിജയം. അവളുടെ വിജയം ഈസ് ഹാർഡ് വർക്ക്, അത് കഠിനാധ്വാനമാണ്. നമുക്ക് പറയാം ഹെയർ സക്സസ് ഈസ് ഹാർഡ് വർക്ക്. അവളുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് കഠിനാധ്വാനമാണ്. അപ്പൊ ഇനി അത് നൗൺ ഫ്രേസ് ഏതായിരിക്കും ഭാവന? സക്സസ്. ഹെർ സക്സസ്. ഹെയർ സക്സസ്. രണ്ടുപേരും ഒരു വാക്കല്ല, ഒന്നിലധികം അല്ല കേട്ടോ. ഹെയർ സക്സസ്, അവളുടെ വിജയം. അല്ല, ഹെയർ സക്സസ് എന്നുള്ളതാണ് നൗൺ. അപ്പൊ ഹെയർ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, സക്സസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഇനി ആ ഹെയറിന് മുമ്പ് നമുക്ക് വേറൊരു വാക്കുകൂടി ചേർക്കാം. സീക്രട്ട് ഓഫ്. SECRET, സീക്രട്ട് ഓഫ് ചേർത്ത്. സീക്രട്ട് ഓഫ്. ഇപ്പൊ എന്തായി? സീക്രട്ട് ഓഫ് ഹെയർ സക്സസ്, അവളുടെ വിജയത്തിന്റെ രഹസ്യം. അത്രേ സബ്ജക്റ്റ് ആണ്. അവളുടെ വിജയത്തിന്റെ രഹസ്യം. ദ സീക്രട്ട് ഓഫ് ഹെയർ സക്സസ്, അവളുടെ വിജയ രഹസ്യം ഈസ് ഹാർഡ് വർക്ക്. അതെന്താണ്? ഹാർഡ് വർക്ക്, കഠിനാധ്വാനമാണ്. അപ്പൊ ഭാവന ഇവിടുത്തെ നൗൺ ഫ്രേസ് ഏതാണ്? സീക്രട്ട് ഓഫ് ഹെർ സക്സസ്. സീക്രട്ട് ഓഫ് സക്സസ്. ഇനി അതിന്റെ മുന്നേ നമുക്ക് ഇവിടെ ആർട്ടിക്കിൾ ചേർക്കാം. ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കാം. ദി സീക്രട്ട് ഓഫ് ഹെർ സക്സസ്. ആ രഹസ്യം. എന്ത് രഹസ്യം? അവളുടെ വിജയ രഹസ്യം. അല്ല, അതാണ് സബ്ജക്റ്റ്. ഈസ് ആകുന്നു. എന്താകുന്നു? വെർബൈ. ഹാർഡ് വർക്ക്, കഠിനാധ്വാനമാകുന്നു. യെസ്. അപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കാം. നൗൺ പറയുമ്പോൾ സാധാരണ രമേശ്, സുധീഷ്, ഡെസ്ക്, ബെഞ്ച് ഒറ്റ വേർഡ് ഉണ്ടാവുള്ളൂ നൗണിന്. ഒന്നിലധികം വേർഡുകൾ ഉപയോഗിച്ച് പറയണം നൗൺ. അതിനെയാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ. യെസ്. അങ്ങനെയാണെങ്കിൽ ആൽഫ കെ ജേക്കബ്. ആൽഫിനെ നേരത്തെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. യെസ്. ആൻസൽ ആൻഡ് ജോസഫ്. നിസിയ. അതിനെ ഇവിടെ നമ്മൾ അങ്ങനെ 7 പേരേ ഉള്ളൂ. വിളിച്ചാലും കിട്ടുന്നില്ലല്ലോ. ഓക്കെ, ഒരു ആൽഫ പുറത്താണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇനി നിസിയക്ക് ഒരു വാചകം പറയാം. ഒരു നൗൺ, അതിനൊരു നൗൺ ഫ്രേസ് ആക്കി ഒറ്റ വേടാവരുത് എന്ന് മാത്രം. പറയാമോ? നിസിയയുടെ പേര് വെച്ച് തന്നെ പറ. നിസിയ സമദ് ഈസ് എ ബ്യൂട്ടിഫുൾ ലേഡി. നമ്മളങ്ങനെ നിസിയ സമദ് ഈസ് എ ബ്യൂട്ടിഫുൾ ലേഡി. ആ നിസിയ എന്ന് പറയുന്നതിന് മുമ്പിൽ ഒരു വാക്കുകൂടി ചേർത്തിട്ട്, 2 വാക്കുകൂടി ചേർത്തിട്ട് അതൊന്ന് വിപുലീകരിക്കും. പൊക്കമുള്ള നിസിയ. അതുമല്ല വെരി. ഓക്കെ, ബിഗ് മേരി. യെസ്.
ഓക്കെ ഓക്കെ ശരിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ മുമ്പേ ഒന്നോ രണ്ടോ വാക്കുകൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ 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 യെസ് ജസ്ന ജസ്നക്ക് പറയാൻ പറ്റും. എന്താ പറയാ ഇവിടെയുള്ള കരിമ്പാടത്തുള്ള വല്ല പുഴയോ മറ്റൊന്ന് ഭംഗിയായിട്ട് പറഞ്ഞാൽ മതി. പുഴ എങ്ങനെയുള്ള പുഴ എന്നുള്ളത് ഭംഗിയായിട്ട് അതിന് ഉപയോഗ വാക്കുകൂടി ചേർത്ത് ഒരു സ്റ്റൈലായിട്ടൊന്ന് പറഞ്ഞു നോക്കി. അല്ലെങ്കിൽ കരിമ്പാടം സ്കൂൾ അതിനെ കുറിച്ച് രണ്ട് വാക്കൊന്ന് പറഞ്ഞു. സ്കൂൾ എന്ന് പറഞ്ഞ നൗണാണ്. അതിന്റെ കൂടെ രണ്ടോ രണ്ടോ വാക്കുകൾ ചേർത്തിട്ട് ഒന്ന് പറഞ്ഞു നോക്കി. മഞ്ഞ പെയിന്റ് അടിച്ച സ്കൂൾ അല്ല, സ്കൂളിനെ നമുക്ക് ഒന്ന് വിശദീകരിക്കുകയാണ്. ആലോചിച്ചോ, സമയം എടുത്തോ. പിടികിട്ടിയില്ല എന്താണ് നൗൺ ഫ്രേസ് എന്നുള്ളത്? പിടികിട്ടിയല്ലോ. ഇനി ഓക്കെ ഓക്കെ. ഭാവന പറയുന്നത് ദ ബ്ലൂ ഓഷ്യൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ അല്ല, ഭാവനക്ക് നല്ല ഭാവനയുണ്ട്. ഓക്കെ ഭാവന, ബ്ലൂ ഓഷ്യൻ വെറുതെ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ മതി. അത് എന്ത് ചെയ്തു, ഒന്ന് ക്ലീൻ ആക്കി ഒന്നും കൂടി ബ്ലൂ കൂടി ചേർത്ത്. അപ്പൊ ഒരു വാക്ക് കൂടി ചേർത്തു, അതിന്റെ മുന്നിൽ ഒരു ആർട്ടിക്കിൾ ചേർത്ത് ദി ബ്ലൂ ഓഷ്യൻ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അത് എന്താ ചെയ്ത്, അത് നൗൺ ഫ്രേസ് ആയി. ഓക്കെ യെസ് വെരി ഗുഡ്. അങ്ങനെ ഒരെണ്ണം പറഞ്ഞേ. വേറെ വല്ല വീട് പറഞ്ഞാൽ മതിയാ, വേറെ വല്ല സെന്റൻസ് ഇഷ്ടമുള്ള പറഞ്ഞു. ഞാനൊരു ഒരു തോട്ട് അങ്ങോട്ട് ഇട്ടുന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള പറഞ്ഞു. യെസ് നമുക്ക് പറയാം. ഹൗസ് ഈസ് ദ ലാർജസ്റ്റ് ആനിമൽ ഈസ് ബ്ലൂ വെയിൽ. ബ്ലൂ വെയിൽ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ദ ലാർജസ്റ്റ് അനിമൽ, ദ അനിമൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അത് ഒന്നുകൂടി അനിമൽ എന്ന് എലക്ട് ചെയ്ത് ലാർജസ്റ്റ് അനിമൽ, അത്രയും വരെ നൗൺ ആണ്. അപ്പൊ ദി എന്ന് പറഞ്ഞ വേർഡ് ഉണ്ട്, ലാർജസ്റ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്, അനിമൽ എന്ന് പറഞ്ഞൊരു, 3 വേർഡ് ഉണ്ട്. അപ്പൊ അതെന്താണ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് നൗൺ ഫ്രേസ്. അതെന്തായത് നൗൺ ഫ്രേസ് ആയി. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇനി ആർക്കെങ്കിലും വേറെ പറയാമോ? ശരണ്യക്കോ ആൻസൽ ജോസഫിനോ മുബീനക്കോ ഇതേപോലെ ഒന്നിൽ കൂടുതൽ വാക്കുകൾ വരുന്ന ഒരു സബ്ജക്ട് പറയാമോ? The blue eye of cat. Correct. The blue eye of cat. Cat noun ആണ്, blue noun ആണ്, eye 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 കണ്ണുകൾ അതും ഏതാണ്, noun തന്നെയാണ്. ഓക്കെ 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 ശരിയാണ്. വെരി ഗുഡ് മുബീന, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ അത് നൗൺ ഫ്രേസ് ആയി. യെസ്. ഇനി ആർക്കെങ്കിലും ആൻസൽ ആൻഡ് ജോസഫ്? ഓക്കെ. അപ്പൊ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഇതൊരു വാചകം അങ്ങനെ കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് ആ വാചകത്തിന്റെ അടിയില് നൗൺ ക്ലോസിന്റെ അടിയിൽ ഒരു വര വരച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കും. ഒരു ഉത്തരം നൗൺ ക്ലോസ് ആയിരിക്കും, ബാക്കി 2 ഉത്തരം വേറെ എന്തെങ്കിലും പറയും. ഇതിനകത്ത് ഏതാണെന്ന് ചോദിക്കും. ഡിപ്പെൻഡിങ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ചോദിച്ചിട്ട് ഒരു വേർഡ് നൗൺ ക്ലോസ് എന്ന് കൊടുക്കും. അപ്പൊ നൗൺ ക്ലോസ് ആയിരിക്കും അതിന്റെ ആൻസർ. ഇങ്ങനെ ആയിരിക്കും അതിന്റെ ചോദ്യം വരും. ഓക്കെ, അത് നിങ്ങൾ അറിവിലേക്ക് കൂടി പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് നൗൺ ക്ലോസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നൗൺ ഫ്രേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ക്ലോസുകളെ കുറിച്ച് പറയാൻ പോയി. എന്റെ ഒരു രണ്ടാമത്തെ ഒരു പാർട്ടായിട്ട് വരുന്ന സംഗതിയാണ് ക്ലോസുകൾ എന്താണെന്നുള്ളത്. ഓക്കെ, ഞാനൊരു വാചകം പറയാം, ആ വാചകം എന്നുള്ളത് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. When I went there, വാചകം എഴുതിക്കോ.
when I went there, she was sleeping. When I went there, she was sleeping. Okay. When I went there, she was sleeping. Okay. Ready. Ini She Sharanya. was, sir, പറഞ്ഞേ. She was sleeping. SLEEPING. ഞാൻ ശരണ്യ എന്ന് വിളിക്കലും ശരണ്യ സംശയം ചോദിക്കലും സെയിം ആയിരുന്നു. യെസ്, ശരണ്യ അത് വായിച്ചു. When I went there, she was sleeping. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഞാൻ അവിടെ പോകുമ്പോ അവൾ ഉറങ്ങുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ചെന്നിരിക്കുന്നത് അവളുടെ വീട്ടിലാന്ന് വിചാരിച്ചോ. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? ഉറങ്ങുകയായിരുന്നു. അപ്പോ ഇതൊരു വാചകമാണ്. ഒറ്റ സെന്റൻസ് തുടങ്ങിയിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. ഈ വാചകത്തെ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ വിഭജിക്കാം. ഒന്ന് നമുക്ക് പറയാം when I went there, അവിടം വരെ ഒന്ന്. അടുത്തത് she was sleeping, അവൾ ഉറങ്ങുകയായിരുന്നു എന്നുള്ളത് രണ്ടാമത്. അപ്പൊ when I went there അവിടം വരെ ഒരു ഭാഗവും she was sleeping എന്നുള്ള രണ്ടാമത്തെ ഭാഗവും. അപ്പൊ അങ്ങനെ when I went there അത്രയും വരെ പറയുന്ന പേരാണ് ഒരു ക്ലോസ് എന്ന് പറയും. ഒരു ക്ലോസ്. CLAUSE ക്ലോസ്. കേട്ടാ, CLOSE ക്ലോസ് അല്ല, CLAUSE ക്ലോസ്. ഒരു ക്ലോസ്. അടുത്തൊരു ക്ലോസ് ആണ് ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ സെന്റൻസിൽ രണ്ട് ക്ലോസ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു ക്ലോസോ അല്ലെങ്കിൽ രണ്ട് ക്ലോസോ രണ്ടിൽ കൂടുതൽ ക്ലോസുകളോ ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ സോ വി ക്യാൻ സേ ദാറ്റ് എ ക്ലോസ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ക്ലോസസ്. ഒന്നിൽ കൂടുതൽ ക്ലോസുകൾ ചിലപ്പോൾ ഒരു സെന്റൻസിൽ ഉണ്ടായി എന്ന് വരാം. അത് പിടികിട്ടിയല്ല. അതായത് when I went there, she was sleeping എന്നുള്ളത് പിടികിട്ടിയല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു വാചകം പറയാം. ആ വാചകം രണ്ടായിട്ടൊന്ന് വിഭജിക്കുക. കേട്ടോ ഭാവന? യെസ്. വാചകം ഇതാണ്. If you work hard, you will pass. If you work hard, you will pass. നീ കഠിനം ഓക്കെ. If you work hard, you will pass. അതിനകത്ത് എത്ര ക്ലോസ് ഉണ്ട് ഭാവന? രണ്ട് ക്ലോസ് ഉണ്ട്. If you work hard ഫസ്റ്റ് ക്ലോസും you will pass സെക്കൻഡ് ക്ലോസും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അത് പിടികിട്ടിയല്ല. രണ്ട് ക്ലോസുകൾ അങ്ങനെ എടുത്തിരിക്കുന്നത് മനസ്സിലായില്ല. ഓക്കെ. ഇനി നമുക്കിനി ഇതിന്റെ അകത്തേക്ക് ഒന്നും കൂടി ആഴത്തിലോട്ടൊന്ന് എത്തി നോക്കാം. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്ന് പറയും. ഓക്കെ. അതിന് ഒരു ക്ലോസ് നമ്മൾ എടുക്കുകയാണ്. ഇഫ് യു വർക്ക് ഹാർഡ്, നീ കഠിനമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ, ഇത്രയും പറയണുള്ളത് വിചാരിക്കും, ബാക്കി പറയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം പൂർത്തിയാവോ മുബീനെ? ഒരാളെ വിളിച്ചിട്ട് നീ കഠിനമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നാണ്ടാണ് മുബീനെ പോവുകയാണ്. അപ്പൊ ആളെന്ത് പറയും? അർത്ഥം പൂർണ്ണമല്ല. അർത്ഥം പൂർണ്ണമല്ല. അപ്പൊ ഇന്നലെ വരെ മുബീനൊക്കെ കുഴപ്പമുണ്ടായിരുന്നു, എന്തോ പറ്റിയിട്ടുണ്ട്, ഇത്രയും പറഞ്ഞിട്ട് മിണ്ടാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇതല്ലേ പറയുള്ളൂ. യെസ്. അപ്പൊ എന്ത് പറയുന്നു? ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ്. അങ്ങനെ മീനിങ് കംപ്ലീറ്റ് അല്ലാത്ത ക്ലോസിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സബോർഡിനേറ്റ്. അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേര് കൂടി പറയും, ഡിപ്പെൻഡിങ് ക്ലോസ്. അപ്പോ ഒരു സെന്റൻസ് നമ്മൾ എഴുതുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ ക്ലോസുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ക്ലോസുകളിൽ മീനിങ് പൂർണ്ണമല്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? സബോർഡിനേറ്റ് ക്ലോസ്. അങ്ങനെയാണെങ്കിൽ ശരണ്യോട് ഞാൻ പറഞ്ഞ വാചകം ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ അകത്ത് സബോർഡിനേറ്റ് ക്ലോസ് ഏതാണെന്ന് പറയാമോ? When I went there. When I went there. കേട്ടാ,
ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാവുന്നില്ല. ഇല്ല. അത് അപ്പൊ നമുക്ക് എന്ത് പറയാം? സബോർഡിനേറ്റ് ക്ലോസ് ആണ് എന്ന് പറയാം. ഓക്കെ, വീണ്ടും നമ്മൾ മുബീനയിലേക്ക് മടങ്ങി വരികയാണ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. അതിൻ്റെ അകത്ത് ആ ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് നമ്മൾ പറയുന്നില്ല എന്ന് വിചാരിച്ചു. അത്ര ഞങ്ങൾ മാറ്റി വെച്ചിട്ട് യു വിൽ പാസ് എന്നുള്ളത് മാത്രം പറയണം. ഇനി ഞാൻ മുബീനോട് ചോദിക്കുകയാണ്, യു വിൽ പാസ് എന്ന് പറയുമ്പോൾ അർത്ഥം പൂർത്തിയാവുന്നുണ്ടോ? പൂർത്തിയാകുന്നുണ്ട്. യു വിൽ പാസ്, നീ വിജയിക്കുമായിരുന്നു. അല്ല, നീ വിജയിക്കും. യു വിൽ പാസ്, നീ വിജയിക്കും. ഓക്കെ, മുബീന പറഞ്ഞ കറക്റ്റ് ആണ്. വെരി ഗുഡ്, യു ആർ ഇന്റലിജന്റ്. അർത്ഥപൂർത്തി യു വിൽ പാസ്. മറ്റത് പറയാതെ, സബോർഡിനേറ്റ് ക്ലോസ് നമ്മൾ പറയാതെ ഒരാളോട് നമ്മൾ യു വിൽ പാസ്, നീ ജയിക്കും. അല്ല, അപ്പൊ അർത്ഥം പൂർത്തിയായില്ലേ? അങ്ങനെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ക്ലോസുകളെ പറയുന്ന പേരാണ് മെയിൻ ക്ലോസ് എന്ന് പറയും. എന്ന് പറയും മെയിൻ ക്ലോസ്. അപ്പൊ യു വിൽ പാസ് എന്നുള്ളത് എന്താണ്? മെയിൻ ക്ലോസ് ആണ്. കാരണം ഇത് മറ്റേ സംഗതി ഇല്ല എങ്കിലും ഇത് നിലനിൽക്കും. കറക്റ്റായിട്ട് അർത്ഥമാണ്. യു വിൽ പാസ്, നീ പാസ് ആവും. കറക്റ്റ് അല്ലേ? അപ്പോ ഒരു സെന്റൻസിൽ ക്ലോസുകൾ ഉണ്ടാവും. ആ ക്ലോസുകളെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്നും മെയിൻ ക്ലോസ് എന്നും വിഭജിക്കാം. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പൂർത്തിയാകുന്നില്ല. അതിന്റെ അർത്ഥം പൂർത്തിയാകണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. ഡിപ്പെൻഡ് അല്ല, ആശ്രയിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സബോർഡിനേറ്റ് ക്ലോസുകളെ ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് കൂടി പറയുന്നത്. നീ പഠിക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന അതിന്റെ അർത്ഥം പൂർത്തിയാകണമെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് നീ പാസ്സാവും എന്നുകൂടി ചേർന്ന് നിൽക്കുമ്പോൾ പൂർത്തിയാവും. അപ്പൊ ശരണ്യയോട് ഞാൻ പറഞ്ഞ വാചകത്തിലെ മെയിൻ ക്ലോസ് ഏതാണ്? She was sleeping. ഷീ വാസ് സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങുകയായിരുന്നു. കറക്റ്റ് ആണ് അല്ലേ? ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു. അർത്ഥം പൂർത്തിയാവുന്നില്ലേ? അപ്പൊ നമുക്ക് ക്ലോസുകളെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ഒന്ന് ലഘൂകരിച്ച് പറയാം. ഒരു വാചകത്തില് ഒന്നോ ഒന്നിൽ കൂടുതലോ ക്ലോസുകൾ ഉണ്ടാവും. ക്ലോസുകളെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്നിനെ മെയിൻ ക്ലോസ് എന്നും രണ്ടാമത്തേനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയും. മെയിൻ ക്ലോസിനെ തന്നെ വേണമെങ്കിൽ വേറൊരു പേരും കൂടിയുണ്ട്, പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയാം. സബോർഡിനേറ്റ് ക്ലോസിനെ വേണമെങ്കിൽ വേറൊരു പേരും കൂടിയുണ്ട്, ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയാം. അപ്പൊ ഇപ്പോ അങ്ങനെ വിളിക്കാമെങ്കിൽ പല പേരുകൾ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് എടുക്കാം. സബ് എന്ന് പറയാല്ലേ? സബ് എന്ന് പറഞ്ഞാൽ താഴെ നിന്നല്ലേ? സബ് എഞ്ചിനീയർ, എഞ്ചിനീയറിന്റെ താഴെ. സബ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ ജനറലിന്റെ താഴെ. ഓക്കെ, അപ്പൊ സബ് എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ ഉള്ളതാണ്. സബ് ജൂനിയർ, ജൂനിയറിന്റെ താഴെ. യെസ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരു സെന്റൻസുകളില് ഒന്നോ ഒന്നിൽ കൂടുതൽ ക്ലോസുകൾ ഉണ്ടാവും. ക്ലോസുകളെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഒന്നിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും അടുത്തതിനെ മെയിൻ ക്ലോസ് എന്നും പറയുന്നു. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാവാത്തതാണ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാവുന്നതാണ്. സിമ്പിൾ അല്ലേ? ആൻസൽ ആൻഡ് ജോസഫ്, ആൻസൽ എവിടെ പോയി? മിണ്ടണില്ലല്ലോ. സാർ, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. സാർ, ഈ നമ്മൾ ഈ ക്ലോസ് പറയാറുണ്ട്, ഈഫ് ക്ലോസ് എന്തോ ഈഫ് ക്ലോസ് പറയാറില്ലേ? വാ, അത് നമ്മൾ ഈഫ് ചേർത്ത് വരുന്ന സെന്റൻസ് അങ്ങനെയാണോ? ഈഫ് ചേർത്ത് വരുന്നതിന് ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണെങ്കിൽ വേറെ ഒരു നിയമം ഉണ്ടായിരുന്നു. വേറൊരു അതായത് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. അത് പഠിക്കുകയാണെങ്കിൽ പാസ്. അത് ഒരു സങ്കല്പമാണ് പറയണത്. പഠിക്കുകയാണെങ്കിൽ പാസ്സാകും. പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഇല്ല. അത് തന്നെ വേറെ പറയും, പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. അത് തന്നെ ഒന്നുകൂടി പറയാം. അത് റിസൾട്ട് വന്നതിന് ശേഷം പറയും. റിസൾട്ട് വന്ന് തോറ്റിരിക്കുമ്പോൾ പറയുന്നതാണ്, ഈ പഠിച്ചതിന് പാസ്സായേനെ. ഇഫ് യു സ്റ്റഡീഡ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇനി അതും കഴിഞ്ഞ് കുറച്ചേത് കഴിയുമ്പോൾ വേണമെങ്കിൽ പിന്നീട് പറയാം, നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നേനെ.
ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ്. അങ്ങനെ ഒരു സംഗതി ഇഫിന് കിടപ്പുണ്ട്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് ഏത് സെന്റൻസ് പറയുമ്പോഴും നമ്മൾ അർത്ഥം പൂർത്തിയാകുന്നില്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ഒന്നും ഇഫ് ക്ലോസ് തന്നെ വേറെ ഒന്നും ഉണ്ട് കേട്ടോ. ഞാനിപ്പോ അത് കോമൺ ആയിട്ട് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അർത്ഥം പൂർത്തിയാവുന്നില്ല എങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ഒന്നും, പൂർത്തിയാവുകയാണെങ്കിൽ മെയിൻ ക്ലോസ് എന്നും പറയുന്നു. ഓക്കെ, ഇനി വേറെ വല്ല ഡൗട്ട് ഉണ്ടോ ഭാവന? ചോദിച്ചോളൂ. ഇല്ല സർ. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പോ ഭാവന തന്നെ പറയും. ഞാനിപ്പോ പറഞ്ഞില്ലേ ക്ലോസിനെ കുറിച്ച് പറഞ്ഞത്, അത് നിങ്ങൾ തിരിച്ചു പറഞ്ഞു. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ. എന്താണ് ക്ലോസ്? ഒരു സെന്റൻസിൽ എത്ര ക്ലോസ് ഉണ്ടാവാം, അതിന് എത്രയായിട്ട് വിഭജിച്ചിരിക്കുന്നു, എന്താണത് നിങ്ങൾ തിരിച്ചു പറഞ്ഞ ഭാവന. യു ആർ ദ ടീച്ചർ. ക്ലോസസ് രണ്ട് തരത്തിലുണ്ട്. സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്, മെയിൻ ക്ലോസും ഉണ്ട്. ഇപ്പൊ ഒരു സെന്റൻസില് അതിന്റെ അർത്ഥം പൂർത്തിയാകുന്നില്ലെങ്കിൽ അതിന് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. അതിലെ അർത്ഥം പൂർത്തിയാകുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ ക്ലോസ് എന്ന് പറയും. വെരി ഗുഡ്, വെരി ഗുഡ്. സിമ്പിൾ ആണല്ലോ, വളരെ സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ ഇനി ഓരോരുത്തരും ഓരോ വാചകം പറയാം. അതിൻ്റെ അകത്ത് ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവണം, ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവണം. ഓരോ വാചകം എല്ലാവരും മനസ്സിൽ നിന്ന് ആലോചിച്ചിട്ട് എല്ലാത്തിലും ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവണം, ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവണം. ഒന്നിൽ കൂടുതൽ വന്നാലും കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. ഒരു സബോർഡിനേറ്റും ഒരു മെയിൻ ക്ലോസും നിർബന്ധമായിട്ടുണ്ടാവും. ആരാണ് ആദ്യം റെഡി ആവുന്ന വെച്ചാൽ അവരവർക്ക് പറയാട്ടോ. One main clause and one subordinate clause. നിസിയുടെ കഴിഞ്ഞ് കാണുമല്ലോ. If you eat more, you will become a fat. You will become fat. അതാണ് കറക്റ്റ് വാചകം. If you eat more, you will get fat. അടുത്തൊരു വാചകം ആലോചിച്ച് വെച്ചോട്ടാ, പുറയിൽ ഞാൻ വരുന്നുണ്ട്. If you eat more, നീ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ you will get fat. നിന്റെ വണ്ണം കൂടും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ശരണ്യ. I stayed at school because it was raining. I stayed At school because it was raining. I stayed at the school because it is raining. Okay, 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 okay. മഴയായതുകൊണ്ട് എന്ന് പൂർത്തിയാക്കാൻ പറ്റും. മഴയായത് കാരണം. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഭാവന. If you win the award, I will buy you a new phone. If you win the award, I will give you a new home. അല്ലെങ്കിൽ I will build that. I will buy you a new phone. I will buy a new home for you. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വാങ്ങും? ഒരു പുതിയ വീട് വാങ്ങും. ഓക്കെ, I will give you a beautiful present. Okay, just now. Yes, sir. When I cook biryani, my daughter will finish the biryani. Very good, very good. നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയാണെങ്കിൽ അത് പൂർത്തിയാക്കുന്ന കാര്യം എന്റെ മകളേറ്റു. If you prepare the biryani, my daughter will finish it. Very good. Live example. Okay. If you prepare the biryani, my daughter will finish it. നീ ബിരിയാണി ഉണ്ടാക്കിയാൽ എന്റെ മകൾ അത് ഫിനിഷ് ചെയ്ത് തരും. ഓക്കെ, കറക്റ്റ് ആണ് പറഞ്ഞത്. എല്ലാവരും പറഞ്ഞ ഓരോ വാചകവും കൂടി ആലോചിച്ച് വെച്ചു. നല്ല രസകരമായ, ജസ്റ്റിനെ പറഞ്ഞ മോഡലുള്ള രസകരമായ വാചകങ്ങൾ. നിങ്ങളുടെ ഭാവനകൾ ഉണരട്ടെ.
അങ്ങനെയുള്ളൊരു വാചകം ആലോചിച്ച് നോക്കുക. പാൻസലിനാണ് നമുക്ക് ആദ്യം ചാൻസ് കൊടുത്തിരുന്നത്. പാൻസിൽ തന്നെയാണ് ആദ്യം ആരംഭിക്കേണ്ടത്. അപ്പൊ ആൻസറിന്റെ ഭാവന ഉണർന്നു കഴിഞ്ഞെങ്കിൽ വായിക്കാവുന്നതാണ്. ഓക്കെ, ആൽഫ പറയുന്നു the dog stopped running when I blew the whistle. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനൊരു വിസിൽ അടിച്ചപ്പോ നായ്ക്കുട്ടി ഓടുന്നത് സ്റ്റോപ്പ് ചെയ്തു. ശരിയാണ്, കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ, യെസ്. ഉണ്ടോ? ആൽഫ പുറത്താണ്. ആൽഫ പുറത്താണെങ്കിൽ ഈ സെന്റൻസ് കാണുമ്പോൾ അതങ്ങോട്ട് ഒരു വാചകമെങ്കിൽ പറയാൻ പറ്റിയില്ലെങ്കിൽ എഴുതിയെങ്കിലും കാണിക്കണം എന്നുള്ള ആ ഒരു തൃഷ്ണ, ആ ഒരു ആഗ്രഹം, അതുപോലെയൊക്കെയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയോട് വേണ്ടത്. എന്താണ് എല്ലാവരും ഒരു മുഖമാണ്, ശോകമാണ്, ആകെ ഒരു ശോകം, എണ്ണവും കുറവാണ്. നാളെ മിക്കവാറും ഞാൻ തന്നെ ഇരിക്കും. യെസ്, ടീച്ചർക്ക് എന്താ അസുഖമുണ്ടെന്ന് തോന്നുന്നുണ്ട്. യെസ്, അപ്പൊ പറഞ്ഞോ, ആരാണ് ആൻസർ? ആൻസർ ഇല്ല, ഒരാൾ ഇതിനകത്ത് പോയോ? യെസ്, ശരണ്യ പറയൂ. When I went to the school, principal was on the leave. The principal was on the Leave. അല്ലേ? ഓക്കെ, വാസ് ഓൺ ലീവ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ പറയും when I went to the school, ഞാൻ സ്കൂളിലേക്ക് ചെന്നപ്പോ the principal was on leave. അന്ന് പ്രിൻസിപ്പൽ ലീവായിരുന്നു. പ്രിൻസിപ്പൽ വാസ് ഓൺ ലീവ്. ഓക്കെ, ഞാൻ സ്കൂളിലേക്ക് ചെന്നപ്പോൾ അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. the principal was on leave എന്നുള്ളത് മെയിൻ ക്ലോസ് ആണ്. ഓക്കെ, ശരണ്യ കറക്റ്റ് ആണ്. ഇനിയും ആലോചിച്ചോട്ടോ. ഭാവന ഗണേഷ് പറഞ്ഞോളൂ. Since the sun will shine today, we will go to the beach. ഒന്നുകൂടി പറഞ്ഞേ. Since the sun will shine today, we will go to the beach. ഓക്കെ ഓക്കെ ഓക്കെ. സൂര്യൻ പ്രകാശിച്ചത് അല്ലെങ്കിൽ മഴയില്ലാതിരുന്നത് കൊണ്ട്, അപ്പൊ അതിൻ്റെ ഒരു പാസ്റ്റ് പറയണം കേട്ടോ. ഓക്കെ, മഴയില്ലാതിരുന്നത് കൊണ്ട് എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ഭാവന. മുബീന. മുബീന. I went to the hospital. The doctor was late. നോക്കിയേ, ഐ വെന്റ് ടു ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അതൊരു അർത്ഥം പൂർത്തിയാകുന്നുണ്ട്. ദ ഡോക്ടർ വാസ് ഓൺ ലീവ്, ഡോക്ടർ അവധി. രണ്ടും മെയിൻ ക്ലോസ് ആണ്. ഒരെണ്ണം സബോർഡിനേറ്റ്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ, അത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയ ദിവസം. The day on which I went to the hospital. When I went to the hospital. അപ്പോ ഇപ്പൊ കറക്റ്റ്, ഇപ്പൊ ശരി. വെൻ വെച്ചപ്പോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ചെന്നപ്പോൾ, ഇപ്പൊ കറക്റ്റ്. അതല്ലാതെങ്കിൽ രണ്ട് മെയിൻ ക്ലോസ് സെന്റൻസ് അത് കറക്റ്റ് ആണ്, കുഴപ്പമില്ല. പക്ഷെ നമ്മളിവിടെ പറഞ്ഞത് ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും വെച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ജസ്നയുടെ രസകരമായ എക്സാമ്പിൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ആകാംക്ഷാഭരിതമായി കാത്തിരിക്കും. If my family going to a tour, my sister will vomit in the vehicle. ഒന്നുകൂടി പറഞ്ഞു. If my family going to a tour, my sister will vomit in that vehicle. If our family goes for a tour, our sister will be in the vehicle, always in the vehicle. അതിൻ്റെ അകത്ത് ആരുണ്ടാവും? സഹോദരി ഉണ്ടാവും. ഓക്കെ 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 ഓക്കെ. ഞാൻ സാനിന് കുടുംബകരം ഒക്കെ ആവോ? ലിസിയ,
പറഞ്ഞോളൂ. എന്റെ അടുത്ത് നിശ്ചയങ്ങൾ പോയി. വൊമിറ്റ് എന്നാ സാർ പറഞ്ഞേ. ആ ഓക്കെ. യെസ്. When I finish my homework, I will watch TV. When I finished my homework, I will watch TV. Okay. ശരിയാണ്. When I finish my homework, I will watch my TV. ഞാൻ ഹോംവർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ TV ഞാൻ കുറച്ച് സമയം കാണും. ഓക്കെ. ദാറ്റ് ഈസ് വെരി ഗുഡ്. ഇനി ഞാനൊരു വാചകം പറയുകയാണ്. നിങ്ങൾ അതിന്റെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പൂരിപ്പിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം. അപ്പൊ ഓരോരുത്തർക്ക് അവരുടെ ഭാവനയിൽ ചെയ്യാം. ആ വാചകം എഴുതിക്കും. If you start start early, EARLY, നേരത്തെ. If you start early, ഇനി ഒരു ഡാഷ് ഇടും. ഓക്കെ. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കുക. If you start early, നിങ്ങൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ. If you start early, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു. അപ്പൊ ഇവിടെ ഉള്ള 7 പേർക്കും 7 ഉത്തരവാദിക്കും കിട്ടുന്നത്. You can finish the work neatly. You can finish the work neatly എന്ന് മുബീന പറഞ്ഞുകൊണ്ട് സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. കറക്റ്റ് തന്നെ. If you start early, you can finish the work neatly. വളരെ നീറ്റായിട്ട് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഒരെണ്ണം കൂടി വെച്ചോട്ടെ മുബീന, സമയമുണ്ടല്ലോ. മറ്റുള്ളവരൊക്കെ വരുമ്പോഴേക്കും ഒരെണ്ണം കൂടി വേണമെങ്കിൽ റെഡി ആയിരിക്കും. Sir, number 8. Yes, പറഞ്ഞോളൂ ജെസിയ. If you start early, you can avoid the morning traffic. Very good. If you start early, you can avoid morning class. അല്ലേ? നേരത്തെ ആരംഭിച്ചാൽ മോർണിംഗ് ക്ലാസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഓക്കെ ജിസിയ. ഭാവന പറഞ്ഞോളൂ. If you start early, you can save the time. If you start early, you can save the time. ആൽഫ പറയുന്നു if you start early, you can reach there soon. നിങ്ങൾക്ക് അവിടെ പെട്ടെന്ന് എത്താൻ കഴിയും. ഓക്കെ. ശരിയാണ്. ഓക്കെ. ഇനി ജസ്റ്റ് If you start early, you can pick the train on time. You can get the train on time. Okay, very good. Okay. Just an example ഒക്കെ അടിപൊളിയാണ്. ഓക്കെ. ശരണ്യ പറഞ്ഞ. If you start early, you can finish all portions. Okay. If you start early, you can finish all portions. Okay, correct. അടുത്തത്. If you lower, 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 if you lower the price, PRICE, price dash. Look, if you lower the price, നിങ്ങൾ വില കുറക്കുകയാണെങ്കിൽ, നിങ്ങൾ വില lower the price, നിങ്ങൾ വില കുറക്കുകയാണെങ്കിൽ. ഓക്കെ, ഫിനിഷ് ചെയ്തോളൂ. അവരവരുടെ ഭാവനക്കനുസരിച്ച് ഫിനിഷ് ചെയ്തു. If you lower the price. ഓക്കെ മുബീന, എന്നും ആദ്യം പറയുന്നത് മുബീന, ഈ പ്രാവശ്യവും ആദ്യം പറയും. You can sold out all items early. You can എന്താ പറഞ്ഞ? Sold out. അപ്പോ ക്യാൻ കഴിഞ്ഞാല് പാസ്റ്റേഴ്സ് പറയാൻ പാടില്ല, പ്രസിഡൻസ്. യു ക്യാൻ സെൽ ഔട്ട് എന്നാക്കാം. സോൾഡ് എന്നുള്ളത് നാക്കാം, സെൽ എന്നാക്കാം. ക്യാൻ കഴിഞ്ഞാല് പ്രസിഡൻസ് പറയാം. യു ക്യാൻ സെൽ ഓൾ ഐറ്റംസ് ഏർലി.
വളരെ വേഗത്തിൽ എല്ലാ സാധനങ്ങളും വിറ്റഴിക്കാൻ കഴിയും. ഓക്കെ ഓക്കെ, വെരി ഗുഡ് മുബീന. If you lower the price, I will buy the iPhone. യെസ്, ഓ വെരി ഗുഡ്. ഇഫ് യു ലോവർ ദ പ്രൈസ്, നിങ്ങൾ വില കുറയ്ക്കുകയാണെങ്കിൽ ഐ വിൽ ബൈ ദിസ് ഐഫോൺ, ഈ ഐഫോൺ ഞാൻ വാങ്ങും. ഈ പറഞ്ഞ വിലക്ക് ഞാൻ വാങ്ങുന്നില്ല, വില കുറച്ച് ഞാൻ വാങ്ങുക. എത്ര രൂപ വരെ കുറക്കണം ജസ്റ്റ്? എന്തോരം കുറച്ചാലും അത്രയും മേടിക്കും, നല്ലോണം കുറച്ചതിനനുസരിച്ച് മേടിക്കും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ആൽഫ പറയുന്നു വി ക്യാൻ ബൈ മോർ തിങ്സ്. നിങ്ങൾ വില കുറയ്ക്കുക, ഇഫ് യു ലോവർ ദ പ്രൈസ് വി ക്യാൻ ബൈ മോർ തിങ്സ്. നിങ്ങൾ വില കുറയ്ക്കുകയാണെങ്കിൽ ധാരാളം സാധനം ഞങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും. ഓക്കെ, If you lower the price, more customers will be interested. ഓക്കെ, ഇഫ് യു ലോവർ ദ പ്രൈസ് മോർ കസ്റ്റമേഴ്സ് വിൽ ബി ഇൻട്രസ്റ്റഡ്. വെരി ഗുഡ് വെരി ഗുഡ്. നല്ല സെന്റൻസ് കേട്ടോ. നിങ്ങൾ വില കുറയ്ക്കുകയാണെങ്കിൽ അതിനോട് താല്പര്യമുള്ള ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇഫ് യു ലോവർ ദ പ്രൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് നല്ല സെന്റൻസ് ആയി ഇഷ്ടമായി. യെസ്, ഞാനാണ്. Sir, ആ, if you lower the price, I will buy one more product. വെരി ഗുഡ് വെരി ഗുഡ്, നല്ല സെന്റൻസ് ആണ്. ഇഫ് യു ലോവർ ദ പ്രൈസ് ഐ വിൽ ബൈ വൺ മോർ പ്രോഡക്റ്റ്. ഞാൻ ഒരു സാധനം കൂടി വാങ്ങും, ഒരു പ്രോഡക്റ്റ് കൂടി വാങ്ങാം. ഇപ്പൊ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഐ വിൽ ബൈ വൺ മോർ ഇഫ് യു ലോവർ ദ പ്രൈസ്. ഓക്കെ, ക്ലിയർ ആണ് ക്ലിയർ ആണ്. അടുത്തത്, ഇഫ് യു teach English. If you teach English, നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെങ്കിൽ ഡാഷ്. To teach English, I will pass IELTS exam. Very good. I will pass the IELTS examination. Very good. If you teach English, I can speak English fluently. I can speak English fluently. If you teach English, I can speak English fluently. Okay, very good, Sharanya. Yes, ini. ബാക്കി നിസിയ, മുബീന, Sir, if you teach English, I can make a English speech for our program. Okay, very good. If you teach English, I can make an English speech for the program, for our program. Okay, very good, very good. Okay, Bhavana. Yes, okay. Very good. ഇനി ഇംഗ്ലീഷൊക്കെ തകർക്കണം. പ്ലാറ്റ്ഫോമിലൊക്കെ കയറി നിന്നിട്ട് 3 റോയുള്ള കുട്ടികൾ, 3 നിരയിൽ കുട്ടികൾ ഇരിക്കുന്നു. ആലോചിച്ച് നോക്കി. ഓക്കെ, ആൽഫ പറയുന്നത് ഇഫ് യു ടീച്ച് ഇംഗ്ലീഷ് ഐ ക്യാൻ പാസ് ദ എക്സാമിനേഷൻ. ഓക്കെ, എന്നിട്ട് നല്ല ഡ്രസ് കോഡിലൊക്കെ ഇട്ട് ആവശ്യം നിന്നിട്ട് ഒരു മണിക്കൂറൊക്കെ നിർത്താതെ ഇംഗ്ലീഷ് പറഞ്ഞ് ആ ഡസ്റ്ററും ആ ചോക്കൊക്കെ ആയിട്ട് ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കുട്ടികൾ അടക്കം പറയണം, ഓ ആ മിസ്സിന്റെ ഒരു കഴിവ് എന്ന് അവര് അത്ഭുതത്തോട് കൂടിയിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് പറയുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടു നോക്കി. സ്വപ്നം കാണാൻ നല്ല സുഖമുണ്ട് അല്ലേ ജസ്റ്റ്? സ്വപ്നം കാണാറില്ല അങ്ങനൊക്കെ. ഈ കോഴ്സിൽ ചേർന്ന പിന്നെ എന്തോ ഈ കോഴ്സിൽ ചേർന്ന പിന്നെ അങ്ങനെയൊക്കെ സ്വപ്നം കാണാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സ്വപ്നങ്ങൾ കാണുക. ഓക്കെ,
ജീവിതത്തിന് ഒരു കുളിർമയൊക്കെ ഉണ്ടാവട്ടെ. അങ്ങനെ ആകുമ്പോൾ വരും ഒരു എന്താ പറയാ ഒരു ആർദ്രതയും ജീവിക്കണമെന്നൊരു മോഹവും ഉയരങ്ങൾ കീഴടക്കണം എന്നുള്ളൊരു താല്പര്യവും ഒക്കെ ഉണ്ടാവട്ടെ. ഒക്കെ നല്ല കാര്യം തന്നെ. ഓക്കെ, നിസിയ. If you teach English, my daughter will win the spell bee competition surely. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ പ്രകടനം വളരെ മനോഹരമായിരുന്നു. ഇന്ന് പക്ഷെ ആളുകൾ കുറവായി പോയി. എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ശോകമുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ആൻസർ ജോസഫിനെ മാത്രമാണ് വിളിച്ചിട്ട് കിട്ടാതിരുന്നത്. യെസ്, ഓക്കെ. അപ്പൊ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. മിക്കവാറും നാളെ തന്നെ ആയിരിക്കും. മറ്റേ ടീച്ചർ വന്നില്ലെങ്കിൽ ഞാൻ തന്നെ വീണ്ടും വരും. അപ്പൊ നമുക്ക് അടുത്ത വേറൊരു പ്രോജക്റ്റുമായി ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. ഓക്കെ, Thank you, sir. Thank you, sir. Good night. ഗുഡ് നൈറ്റ്. Thank you, sir. ഓക്കെ, വെൽക്കം.